നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ സത്യമെന്തെന്നാൽ ആദ്യം നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തുടങ്ങുന്നു. ഒരു കാര്യം ലഭിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ അതിന് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം അതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി കണക്കാക്കുന്നു, ഒപ്പം അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇതൊരു മാജിക്കല്ല, മറിച്ച് ശാസ്ത്രവും ആത്മീയതയും ചേർന്നുള്ള ഒരു വിസ്മയമാണ്. പ്രപഞ്ചത്തോട് എങ്ങനെ നന്ദി പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യമായി പ്രപഞ്ചം ഇതിനെ കണക്കാക്കുന്നു. നിങ്ങൾ മുൻകൂട്ടി നന്ദി പറയുമ്പോൾ പ്രപഞ്ചം അതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി കണക്കാക്കുന്നു. നമ്മുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഒരു കാര്യം ഇതിനകം സംഭവിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾ നന്ദി പറയുമ്പോൾ മനസ്സ് അതിനെ സത്യമായി എടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പുതിയ ചിന്തകൾക്കും ഊർജ്ജത്തിനുമനുസരിച്ച് പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് പുനഃക്രമീകരിക്കപ്പെടുന്നു. നമ്മൾ വീണ്ടും വീണ്ടും എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമായി കരുതുന്നു. നിങ്ങൾ ദിവസവും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇല്ലായ്മയുടെ മാനസികാവസ്ഥയിൽ നിന്ന് സമൃദ്ധിയുടെ മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് നന്ദി പറയുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നൽകുന്നു. ഇത് ഊർജ്ജത്തിലും വൈബ്രേഷനുകളിലും വൈബ്രേഷൻസ് പ്രവർത്തിക്കുന്നു. എല്ലാം ഊർജ്ജമാണ്. നിങ്ങളുടെ മനസ്സും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതിനു മുൻപ് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന വൈബ്രേഷനിലേക്ക് പോകുന്നു. പ്രപഞ്ചം അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തുടങ്ങുന്നു. ഉദാഹരണം, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ എനിക്ക് വിജയം ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കാതെ താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഊർജ്ജനില മാറുമ്പോൾ അതേ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും വരാൻ തുടങ്ങും. എങ്ങനെ നന്ദി പറയണം? ഇതിനുള്ള മികച്ച രീതി എന്താണ്? 1. രാവിലെ ഉണരുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, എന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു എന്ന് 3 തവണ പറയുക. രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കും. ഈ സമയത്ത് ഇത് പറയുന്നത് വേഗത്തിൽ മനസ്സിൽ പതിയാൻ സഹായിക്കും. 2. ഉറങ്ങുന്നതിനു മുൻപ് താങ്ക് യു യൂണിവേഴ്സ്, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുക. ഉറങ്ങുന്നതിനു മുൻപ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രി മുഴുവൻ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അടുത്ത ദിവസം നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ഊർജ്ജത്തോടെ ഉണരും. 3. ഒരു നന്ദി ഡയറി, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ലഭിച്ചു എന്നെഴുതുക. നിങ്ങൾക്ക് പൂർത്തിയാകേണ്ട ആഗ്രഹം എന്താണോ അത് എഴുതി അതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. എഴുതുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു ജോലി വേണമെങ്കിൽ ഇങ്ങനെ എഴുതുക: താങ്ക് യു യൂണിവേഴ്സ്, എനിക്കെന്റെ സ്വപ്ന ജോലി ലഭിച്ചു. നന്ദി പ്രപഞ്ചമേ, ഞാനിപ്പോൾ എല്ലാ മാസവും നല്ലൊരു തുക സമ്പാദിക്കുന്നു. നന്ദി പ്രപഞ്ചമേ, ഞാനിപ്പോൾ സന്തോഷവാനും വിജയിച്ചവനുമായ ഒരു വ്യക്തിയാണ്. ഇത് ദിവസവും എഴുതുമ്പോൾ പ്രപഞ്ചം ഈ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലമാകാൻ പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ശരിയായ വാക്കുകളോടെയും വികാരത്തോടെയും വിശ്വാസത്തോടെയും പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കൂ. 1. പ്രപഞ്ചത്തോട് ചോദിക്കാനുള്ള ശരിയായ വഴി. ശരിയായ രീതി: താങ്ക് യു യൂണിവേഴ്സ്, എന്റെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുക. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനെ സത്യമായി എടുക്കുന്നു. നിങ്ങൾ സമൃദ്ധിയുടെ ഊർജ്ജത്തിലെത്തുന്നു. തെറ്റായ രീതി: പ്രപഞ്ചമേ, ദയവായി എനിക്ക് ഈ കാര്യം നൽകൂ എന്ന് പറയുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇല്ലായ്മയുടെ ഊർജ്ജത്തിലെത്തുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മയുടെ സാഹചര്യങ്ങൾ നൽകുന്നു. പ്രപഞ്ചത്തോട് ഒരിക്കലും യാചിക്കരുത്. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സഫലമായതുപോലെ സംസാരിക്കുക. 2. പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ ചോദിക്കാനുള്ള 3 ലളിതമായ വഴികൾ. ആഗ്രഹം വർത്തമാനകാലത്തിൽ പറയുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിറവേറിയതുപോലെ സംസാരിക്കുക. ഉദാഹരണത്തിന്, താങ്ക് യു യൂണിവേഴ്സ്, ഇപ്പോൾ എനിക്ക് എന്റെ സ്വപ്ന ജോലിയുണ്ട്. നന്ദി പ്രപഞ്ചമേ, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചു. നന്ദി പ്രപഞ്ചമേ, എനിക്ക് എന്റെ യഥാർത്ഥ പ്രണയം ലഭിച്ചു. നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് ഭാവനയിൽ കാണുക. ദിവസവും 2 മുതൽ 5 മിനിറ്റ് വരെ കണ്ണടച്ച് ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പണമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ ഇതിനകം വിജയിച്ച ആളാണെന്ന് സങ്കൽപ്പിക്കുക. സന്തോഷം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കത് നൽകും. നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്: പ്രപഞ്ചത്തോട് മുൻകൂട്ടി നന്ദി പറയുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനു മുൻപേ തന്നെ നന്ദി പറയുക. നന്ദി പ്രപഞ്ചമേ, എനിക്കിപ്പോൾ എല്ലാം ലഭിക്കുന്നു. നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. നന്ദി പ്രപഞ്ചമേ, എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു. ഇത് നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യും. മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ 3 ശക്തിയേറിയ വഴികൾ. 1. ബ്രഹ്മമുഹൂർത്തത്തിൽ താങ്ക് യു യൂണിവേഴ്സ് പറയുക. ഈ സമയം ഏറ്റവും ശക്തിയേറിയതാണ്. പ്രപഞ്ചവും നിങ്ങളുടെ ഉപബോധ മനസ്സും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കും. 2.
ദിവസവും കുറഞ്ഞത് 5 തവണ നന്ദി പറയുക. എത്ര തവണ പറയുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും. 3. എഴുതുന്നത് മാനിഫെസ്റ്റേഷൻ ശക്തി 10 ഇരട്ടി വർദ്ധിപ്പിക്കും. ആളുകൾ ചെയ്യുന്ന ചില തെറ്റുകൾ. 1. ആഗ്രഹം പൂർത്തിയാകാൻ കാത്തിരിക്കുക. എന്റെ ആഗ്രഹം എപ്പോഴാണ് പൂർത്തിയാകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം അയക്കുന്നു. പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞ് അതിനെ മറക്കുക. അത് തനിയെ സംഭവിക്കും. 2. പ്രപഞ്ചത്തിൽ സംശയിക്കുക. ഇത് ശരിക്കും സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. 3. നെഗറ്റീവ് ഊർജ്ജത്തിൽ തുടരുക. നിങ്ങൾ ദിവസം മുഴുവൻ നെഗറ്റീവായി ചിന്തിച്ചാൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. എപ്പോഴും സന്തോഷമായിരിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രപഞ്ചത്തോട് സംസാരിക്കാനുള്ള ശരിയായ വഴി. രാവിലെ ഉണരുമ്പോൾ നന്ദി പ്രപഞ്ചമേ, എന്റെ ആഗ്രഹം ഇതിനകം സഫലമായിരിക്കുന്നു. ദിവസത്തിൽ കുറഞ്ഞത് 5 തവണ നന്ദി പ്രപഞ്ചമേ, ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. നിങ്ങൾക്ക് ഈ അറിവിൽ വിശ്വാസമുണ്ടെങ്കിൽ കമന്റിൽ നന്ദി പ്രപഞ്ചമേ എന്നെഴുതുക.